പക്ഷേ ഒരു ദ്രാവിഡ പാർട്ടി എന്നുള്ള നിലയിൽ ഡി എം കെയുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഉദാഹരണമാണ് 72-ൽ എം ജി രാമചന്ദ്രൻ ADMK ഉണ്ടാക്കിയപ്പോൾ തുടർന്നുണ്ടായ വലിയ ഒരു ഭാഷാ തർക്കം. ആ ഭാഷാ തർക്കത്തിൻ്റെ പേര് മലയാളി തമിഴ് സംഘടനമാണ്. എനിക്കൊക്കെ നല്ല ഓർമ്മയുള്ള സമയമാണത്. അന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ട്രെയിൻ മദ്രാസിൽ വന്ന് ഇറങ്ങുമ്പോൾ അന്നത്തെ മലയാളി മുണ്ടക്കൊടുത്താണ് ഇറങ്ങുന്നത്. അന്നത്തെ കാലത്ത് തേടിപ്പിടിച്ച് മലയാളികളെ തല്ലുന്ന രംഗം മദ്രാസി റെയിൽവേ സ്റ്റേഷനിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അന്ന് മലയാളികളായ ആൾക്കാർ തമിഴ്നാട്ടിൽ അന്ന് മദ്രാസിലൊക്കെ മലയാളി സമാജമൊക്കെ ഉണ്ട്. അവർ ചെന്ന് MGRൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ MGR ഉള്ള കാര്യം പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എൻ്റെ റൂട്ട്സ് പാലക്കാടാണെങ്കിലും ഞാനിവിടെ തമിഴനായിട്ട് നിന്നാലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞത്, നിങ്ങൾക്കും ബോർഡർ ഏരിയാസൊക്കെ ഉണ്ടല്ലോ, ബൈലിംഗൽ ഏരിയാസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നടന്നതെന്താണ്, തീർന്ന ചാലയിലും തിരുവനന്തപുരത്ത് പല ഭാഗത്തും തിരിച്ച് തല്ല് കിട്ടിയപ്പോഴാണ് അത് നിന്നത്. അതുകൊണ്ട് ഈ ദ്രാവിഡ പാർട്ടി എന്നുള്ള ഇവരുടെ ആത്മാർത്ഥതയെക്കുറിച്ചൊന്നും പറയേണ്ട, ഇരട്ടത്താപ്പാണ്. അതൊരു ഭാഷാ ഭ്രാന്താണ് ഒരർത്ഥത്തിൽ. അതിനകത്തൊരു ഭാഷാ ഭ്രാന്തുണ്ട്. അതും തമിഴകം എന്നുള്ളത് അവർക്കൊരു ഭയങ്കര ഐഡൻറ്റിറ്റിയാണ്. അതിനപ്പുറം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ ശരിയാണ്. പവർ ഇലക്ഷനും ഇലക്ട്രൽ പൊളിറ്റിക്സും തന്നെയാണ്. അത് അണ്ണാമലയെ അവർ വലിയൊരു ശത്രുവായിട്ട് കാണുന്നുണ്ട്. അണ്ണാമല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാർക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും BJPയുടെ പോളിംഗ് ശതമാനം 10%-അപ്പുറം എത്തിച്ചത് തമിഴ്നാട്ടിൽ ഒന്നുമല്ലായിരുന്ന BJPക്ക് ഉത്തരേന്ത്യൻ പാർട്ടി എന്ന് ഡബ് ചെയ്തിരുന്ന ഒരു പാർട്ടിക്ക് ഇത്രയും വളരാൻ പറ്റിയത് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ADMKന് വലിയ രാഷ്ട്രീയ ഭാവി കാണുന്നില്ല. അത് കണക്കാക്കിയാണ് മറ്റൊരു സിനിമാ നടൻ വിജയൻ തമിഴ് വെട്രി കക്ഷി എന്ന TVK എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയത്. അതിനും ഉടനെ ഒരു ഭാവി കിട്ടത്തില്ല. അപ്പോൾ DMKയുടെ അപ്രമാദിത്വം നിലനിൽക്കണമെങ്കിൽ ഭാഷയുടെ ശക്തിയിലേ നിൽക്കാൻ പറ്റുള്ളൂ. അത് മറുവശത്ത് ശക്തമായ BJPയുടെ പ്രവർത്തനത്തിന് ഡൽഹിയിൽ നിന്നുള്ള പിന്തുണ. ഇവിടെ പറയാത്തൊരു കാര്യം കൂടി പറയാം. മോദിയുടെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിലും തമിഴ് കാശി സംഗമം എന്ന് പറഞ്ഞൊരു പുതിയ ആശയം കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ബനാറസിലേക്കോ അയോധ്യയിലേക്കുള്ള ട്രെയിനിലൊക്കെ നോക്കിയാൽ, എയർപോർട്ടിൽ നോക്കിയാൽ തമിഴ് ആൾക്കാർ കാശിയിൽ പോകാനുള്ള താല്പര്യം കാണിക്കുന്നു, മറ്റ് ക്ഷേത്രങ്ങളിൽ പോകാൻ കാണിക്കുന്നു, കുംഭമേളയ്ക്ക് പോകുന്നു. അപ്പോൾ ഈ തമിഴ് കാശി സംഘം ഇപ്പോൾ ഒരു നിരന്തര പ്രക്രിയയാണ്. വാരണാസി എയർപോർട്ടിൽ തമിഴാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന രീതിയിൽ വേഷവിധാനങ്ങളോടുകൂടി, കാരണം ഇങ്ങനെ ഒരു കൾച്ചർ ഉണ്ടെന്ന് മോദി ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് തമിഴ്നാട്ടിലെ പല ആൾക്കാർക്കും അത് ഓർമ്മ വരികയും ആ തമിഴ് കാശി സംഗമം വീണ്ടും ഇന്ത്യ ഏകീകരിക്കുന്നതിനും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനും ഗുണമാകും എന്ന് കൊണ്ടുവരുന്ന ഒരു BJPയുടെ ഐഡിയ. അപ്പോൾ ചുരുക്കത്തിൽ BJP വളരുമോ എന്നുള്ളൊരു ഭയം DMKക്ക് ഉണ്ട്. അതത്ര എളുപ്പമല്ല BJPക്ക് വളരാനെങ്കിൽ പോലും ഭാവിയിൽ ADMK നശിച്ചു പോയാൽ എത്രയോ കാലമായി ഒരു ദേശീയ പാർട്ടിക്കും വേരോട്ടമില്ല. അവിടെ BJPക്ക് സാധ്യത വരുമോ എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അധികാരം തന്നെയാണ്. അടുത്ത അസംബ്ലി ഇലക്ഷൻ 1 വർഷമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇത് കത്തിച്ചാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. തമിഴ്നാട്ടിൽ ആ ഒരു ഭാഷയോടത്തുള്ള കമ്മിറ്റ്മെൻറ്റ് വളരെ വ്യക്തമാണ്. അതിനകത്ത് നമ്മളത് കുറച്ച് കാണിക്കുന്നില്ല. അത് അവരെല്ലാ അർത്ഥത്തിലും ഭാഷയോട് പ്രകീർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി സർവകലാശാലകൾ ഇപ്പോൾ തമിഴ് ഭാഷയ്ക്കുണ്ട്. അതിന് പ്രത്യേക സാംസ്കാരിക മേളകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭാഷയുടെ പാരമ്പര്യത്തിൽ അവർ അഭിമാനിക്കുന്നു. ഒരു കാര്യം കൂടി, ഇവിടെ നമ്മൾ കേരളത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ വാസ്തവത്തിൽ ത്രിഭാഷാ പദ്ധതി ആത്മാർത്ഥമായി പ്രായോഗികമായി നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. അത് പഴയകാലം തൊട്ടേ ഉണ്ട്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഹിന്ദി പഠിച്ചോളണം. അതുകൊണ്ട് ഹിന്ദി പ്രചാര സഭ നടത്തുന്ന പ്രാഥമിക, മധ്യമ, രാഷ്ട്ര, വിശാല ഈ പരീക്ഷകളെല്ലാം ഞങ്ങളെല്ലാം പോയി. ഇപ്പോഴും ഹിന്ദി പ്രചാര സഭ ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് മലയാളികൾ എഴുതും. കാരണം നമുക്ക് ഹിന്ദിയോട് വിരോധമൊന്നുമില്ല. കാരണം നമുക്കറിയാം ഈ ചെറിയൊരു സംസ്ഥാനത്ത് ജോലി കിട്ടാനുള്ള അവസരം കുറവാണ്. അന്തർദേശീയമായിട്ട് ഇപ്പോൾ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഇംഗ്ലീഷിന് പ്രസക്തി നന്നായിട്ടുണ്ട്. അതാരും കുറച്ച് കാണുന്നില്ല. പക്ഷേ അതേസമയം ഇന്ത്യയിലേക്കകത്ത് മൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദിയുടെ ഒരു സപ്പോർട്ട് വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഉപഭാഷകളും അതിൻ്റെ വേർതിരിവുകൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. നമ്മളത് ആത്മാർത്ഥമായിട്ട് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, അല്ലെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഇത് മൂന്നിനോടും യഥാർത്ഥത്തിൽ ഒരു ബാലൻസ്ഡ് 3 ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു മോഡൽ കേരളം മാത്രമാണ്. അതേസമയം ദേശീയ തലത്തിൽ അത് വിജയിച്ചിട്ടില്ല എന്നുള്ളൊരു ദുഃഖസത്യവും നമ്മുടെ മുമ്പിലുണ്ട്.